നിങ്ങളെ ക്ലാസ്സൊക്കെ എങ്ങനെ ഉണ്ട്? ഇനി എത്ര ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകേണ്ടി വരാ? നീ കുറച്ച് ദിവസം വരെ നിന്നിട്ട് പോയാൽ പോരെ അല്ലേ? സീനത്തെ കുട്ടികളെയും കൂട്ടിക്കാണ്ടേ ഇതാണ് പോരെ. ഇത് അങ്ങനെയാണ് പോകുന്നത്, എന്നാൽ ശരിയാവല്ലോ. ചെന്നാണേ അച്ഛൻ്റെ കുട്ടികളെ നിങ്ങാണ്ട് പോരെ. ആ നല്ലത്. ഈ വാശി പിടിച്ചിങ്ങനെ നിൽക്കല്ലേ ചെയ്യും. അതൊക്കെ കഴിഞ്ഞില്ലേ? അല്ല, ഞാനും എന്റെ കുട്ടികളും ഇപ്പൊ എന്തിനാ വരണത്? അവിടെ കുഞ്ഞിക്കോയും സുബൈദിയൊക്കെ അല്ലേ? അല്ല, ഓളിപ്പളും പിലാപ്പറമ്പ് തന്നെ അല്ലേ? ആദ്യം പോയിട്ട് ഓളങ്ങൾ അവിടെ നിന്ന് ഒഴിവാക്കി, എന്നിട്ട് അങ്ങോട്ട് വരണോന്ന് ഞാൻ ആലോചിക്കാം. റെയ്മേ, ഓളെയും കുട്ടികളിപ്പോ അങ്ങോട്ട് പറഞ്ഞയക്കണില്ല. ഒന്നാമത് കുഞ്ഞാവിടെ ഇല്ല. ഇനി കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവട്ടെ, എന്നിട്ട് പറഞ്ഞയക്കാം. ഇതൊക്കെയാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് അല്ലേ? ഞാൻ എൻ്റെ ഉമ്മാന്റെ വർത്താനം കേട്ടുകാണ്ടേ ഈ കാട്ടിക്കൂട്ടലിനൊക്കെ ഇതിനൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് നമ്മളെ കുട്ടികളാണ്. ശരിക്കും ആലോചിച്ച കാര്യങ്ങൾ അതിമാത്രം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഓളവിടെ പാർപ്പിച്ചു വെച്ചിട്ട് ഇപ്പൊ എനിക്കെന്താ പ്രശ്നം? ഓളെന്നെയാണ് എന്റെ പ്രശ്നം. ഇത്രയും കാലം ഞാൻ വിളിക്കാൻ കാത്തിരിക്കായിരുന്നു ഓള്. ഇപ്പോൾ ഓൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഇതൊക്കെ ഓളെ ആങ്ങളെ കുഞ്ഞിക്കോയിന്റെ നാടകമാണ്. അത് ഇങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. ഞാൻ എന്നോ അത് മനസ്സിലാക്കിയതാ. മച്ചേ, നമുക്ക് പച്ചേന്റെ ഒപ്പം പോവാം മച്ചേ. ഇതിനത്തെ അല്ലാതെ നാടകവും കാര്യങ്ങളൊക്കെ കഴിയുമ്പോ തന്നെ സമയം വഴുകിട്ടോ. ഈ ദുനിയാവിൽ ചെറിയൊരു ജീവിതമുള്ളൂ. അല്ലാതെ വാശും വൈരാഗ്യം തീർക്കാനൊന്നും ഇപ്പൊ സമയം ഉണ്ടായിരുന്നു തരൂല. ഇതെന്താ വെച്ചാൽ ആലോചിച്ച് ചെയ്തു. എന്താ ഞാനോട് വേറെ പറയാം.